സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്. ആസ്ഥാനം മുംബൈയാണ്. SBIയുടെ ചരിത്ര വഴി 1806 ജൂൺ 2 ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിതമായി. 1809 ജനുവരി 2 ബാങ്ക് ഓഫ് കൊൽക്കത്തയുടെ പേര് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി. 1809 ജനുവരി 2 ബാങ്ക് ഓഫ് കൊൽക്കത്തയുടെ പേര് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി. 1840 ഏപ്രിൽ 15 ആദ്യ ശാഖ ബാങ്ക് ഓഫ് ബോംബെ മുംബൈയിൽ സ്ഥാപിതമായി. 1840 ഏപ്രിൽ 15 ആദ്യ ശാഖ ബാങ്ക് ഓഫ് ബോംബെ മുംബൈയിൽ സ്ഥാപിതമായി. 1843 ജൂലൈ 1 രണ്ടാം ശാഖ ബാങ്ക് ഓഫ് മദ്രാസിൽ തുടങ്ങി. 1843 ജൂലൈ 1 രണ്ടാം ശാഖ ബാങ്ക് ഓഫ് മദ്രാസിൽ തുടങ്ങി. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആദ്യ ഓഫീസും രണ്ട് ശാഖകളും, അതായത് കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവ ചേർന്ന് പ്രസിഡൻസി ബാങ്കുകൾ എന്നറിയപ്പെട്ടു. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആദ്യ ഓഫീസും രണ്ട് ശാഖകളും, അതായത് കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവ ചേർന്ന് പ്രസിഡൻസി ബാങ്കുകൾ എന്നറിയപ്പെട്ടു. 1921 ജനുവരി 27 പ്രസിഡൻസി ബാങ്കുകൾ ലയിപ്പിച്ച് സർക്കാർ ഉടമസ്ഥതയിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. 1921 ജനുവരി 27 പ്രസിഡൻസി ബാങ്കുകൾ ലയിപ്പിച്ച് സർക്കാർ ഉടമസ്ഥതയിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടെ ഇംപീരിയൽ ബാങ്കിന് സർക്കാർ ബാങ്ക് എന്ന പദവി നഷ്ടപ്പെടുകയും പൂർണ്ണമായും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള വാണിജ്യ ബാങ്ക് ആവുകയും ചെയ്തു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടെ ഇംപീരിയൽ ബാങ്കിന് സർക്കാർ ബാങ്ക് എന്ന പദവി നഷ്ടപ്പെടുകയും പൂർണ്ണമായും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള വാണിജ്യ ബാങ്ക് ആവുകയും ചെയ്തു. 1955 ജൂലൈ 1 SBI നിലവിൽ വന്നു. 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ SBIയിൽ ലയിച്ചു. 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ SBIയിൽ ലയിച്ചു.